ABC പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു പുതിയ സെഗ്മെന്റ് കൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. അതായത് ദിനപത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ ചിലത്, എന്നാൽ പ്രധാനപ്പെട്ടതും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാത്തതുമായ വാർത്തകൾ ഒരു ചർച്ച പോലെ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് ജന്മഭൂമിയിലുള്ളത്. അതായത് എനിക്ക് ഇന്നും എന്നും ഊരുവിലക്ക്, ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നവർ TP51 ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ വാർത്ത തുടങ്ങുന്നത്. അപ്പോൾ മൊയ്തു താഴത്ത് എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ചാണ് ഈ വാർത്ത. ബബിതയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. തീർച്ചയായും ഇന്ന് നമ്മളത് കണ്ടപ്പോൾ ഈ ഇടതുപക്ഷം കൂടുതലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഇന്നലെ സജി ചെറിയൻ അത് പറഞ്ഞതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ ഇടതുപക്ഷം എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം. അവർ നേരത്തെയും പല സിനിമകൾ, ഇപ്പോൾ കാശ്മീർ ഫയൽസ് അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോഴും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിര് നിന്ന് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പോലും സമരം നടത്തിയ ആളുകളാണ്. അവരെന്തിനാണ് ഇപ്പോൾ എമ്പുരാനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ TPയുടെ കേസിലും ഇവരാണ് എതിർത്ത് നിന്നത്. എന്നിട്ടും അവര് നേരെ എമ്പുരാന് വന്നപ്പോൾ ചില രണ്ട് പാർട്ടികളും, അതിപ്പോൾ കോൺഗ്രസ് ആണേലും CPM ആണേലും ഒന്നിച്ച് നിന്ന് എമ്പുരാന് വേണ്ടി സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലായി. ഈ വാർത്തയ്ക്കകത്ത് പറയുന്നത്, അതായത് TP51 എന്ന സിനിമ വീണ്ടും ചർച്ചയാകുകയാണ്. CPM അക്രമികൾ 51 തവണ വെട്ടി നിഷ്ഠൂരമായി കൊല ചെയ്ത TP ചന്ദ്രശേഖരന്റെ ആ ജീവിതം ആസ്പദമാക്കിയാണ് സിനിമ എടുത്തത്. അപ്പൊ ഇത് സംവിധായകനെ നേരെ വധഭീഷണി ഉണ്ടായി. അതുകൊണ്ട് 2014 സംസ്ഥാനത്ത് ഏതാണ്ട് 69 തിയേറ്ററിലാണ് ഇത് റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പക്ഷെ തിയേറ്ററുകളൊന്നും റിലീസ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഇത് കലാരൂപമാണ്, സിനിമയാണെന്നൊക്കെ പറയുന്ന CPMകാരാണ് അന്ന് എതിർത്തത്. മാത്രമല്ല, ഈ സിനിമയിൽ ഈ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ മുടക്കോഴി മല എന്ന് പറയുന്ന സ്ഥലത്ത് ഒളിവിൽ താമസിക്കും. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ സിനിമാ ചിത്രീകരണത്തിനിടെ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ താമസിച്ചിരുന്ന മുടക്കോഴി മലയിലേക്ക് ചിത്രീകരണത്തിനായി സിനിമാ സംഘം എത്തുകയാണ്. ആ സമയത്ത് 20ഓളം കാറുകൾ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ അവിടേക്ക് കടന്നു വരുന്നു. എന്നിട്ട് ഈ സംഘത്തെ തടസ്സപ്പെടുത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ CPM ഭീഷണിയെ തുടർന്ന് 29ഓളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ നിന്ന് പിന്മാറി. കുറെ ടെക്നീഷ്യന്മാർ മാറുന്നു, ക്യാമറ സഹായികൾ പിന്മാറുന്നു, മേക്കപ്പ് മാൻമാർ പിൻവാങ്ങുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് അന്ന് CPM തീരുമാനിച്ചു. ഇപ്പൊ എന്താ പറയുന്നത്, എമ്പുരാൻ എന്ന് പറയുന്ന ഒരു കലാസൃഷ്ടിയാണ്, അതിനകത്ത് ചരിത്രത്തെ വളച്ചൊടിക്കാണ്. പിണറായി വിജയൻ തന്നെ പറഞ്ഞു ഒരു സിനിമയ്ക്കെതിരെയാണ്. സത്യത്തിൽ ഇവിടെ ഒരു സമരം നടത്തിയിട്ടില്ല, ഒരു പ്രതിഷേധം നടത്തിയിട്ടില്ല, ഒന്നും നടത്തിയില്ല. പക്ഷെ എന്താ, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്നും അതിനകത്ത് ചരിത്രത്തെ തെറ്റായ രീതിയിൽ വളച്ചൊടിക്കാൻ ചിലർ ശ്രമിക്കുന്നു. ഇപ്പൊ ഗോദ്ര എന്ന് പറയുന്ന ഒരു സംഭവത്തെ പൂർണ്ണമായിട്ടും വിസ്മരിച്ചുകൊണ്ട് അവിടെ കലാപം നടന്നു എന്ന രീതിയിലേക്ക് സിനിമ വരുന്നു. ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രതികരണം വന്നത്. അപ്പൊ ഇതിനകത്ത് വാർത്ത തുടർന്ന് പറയുന്നത്, ഭീഷണിയെ തുടർന്ന് താമസിച്ചിരുന്ന കണ്ണൂർ താണയിലെ ഫ്ളാറ്റിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു. ഈ മൊയ്തു താഴത്ത് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ പറയുകയാണ്. അതുപോലെ ഇന്നത്തെ സ്പീക്കറായിരുന്ന AN ഷംസീർ, അന്ന് ഷംസീറിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു എനിക്ക് ഈ ദുരനുഭവം ഉണ്ടായത്. സിനിമയോ പരസ്യമോ ഉൾപ്പെടെ ഒന്നും എടുക്കാൻ ഇന്നും ഈ മൊയ്തുവിന് ഇപ്പോൾ കഴിയുന്നില്ല. കാരണം അയാളെ ഏതാണ്ട് ഒറ്റപ്പെടുത്തി നിർത്തിയേക്കാണ്. അതിന് തികച്ചും ഒരു അനാഥമായ അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. എമ്പുരാനായി ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നവരാണ് എൻ്റെ സിനിമയെ ബോംബ് ഭീഷണി മുഴക്കി തടസ്സപ്പെടുത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സിനിമയെ ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഈ മൊയ്തു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനായിട്ട് OTT റിലീസിന് ശ്രമിക്കുകയാണ് TP51 അണിയറ പ്രവർത്തകർ എന്നാണ് ജന്മഭൂമി പറയുന്നത്. അപ്പം ഈ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? തീർച്ചയായും. അപ്പൊ ഇതിനും ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമല്ലോ. അതെ, ഓരോ പ്രത്യേക പടങ്ങൾക്ക് വേണ്ട, അതായത് ഒരു ഹിന്ദുവിനെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെയോ വേദനിപ്പിക്കുന്ന കാര്യത്തിൽ എന്തും പറയാം. അല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ ചില ന്യൂനപക്ഷമുള്ള ഈ ഗോത്ര കലാപം ഉണ്ടായി അതിൽ ബാക്കിയുള്ള സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പുള്ള കാര്യമൊന്നും ചരിത്രമൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം അന്നും നമ്മൾ മുന്നോട്ട് വയ്ക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ. ഇപ്പൊ ഇതിനകത്ത് പറയുന്നത്, TP ചന്ദ്രശേഖരന്റെ ജീവിതവും കൊലപാതകവും ആസ്പദമാക്കി സുരാസ് വിഷ്വൽ മീഡിയയുടെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വേഷത്തിലെത്തുന്ന ശിവജി ഗുരുവായൂർ തന്നെയാണ് എമ്പുരാനിലും സമാന കഥാപാത്രമായി വരുന്നതെന്ന് യാദൃച്ഛികമാണെന്നും മൊയ്തു താഴത്ത് പറയുന്നുണ്ട്. അപ്പം മൊയ്തു താഴത്തിലുള്ള അനുഭവങ്ങളാണ് വ്യക്തമായിട്ട് ഈ വാർത്ത പറയുന്നത്. ഒരുപക്ഷെ മലയാളത്തിലെ മറ്റു പത്രങ്ങൾ ഇത്തരം വാർത്തകൾ ഒരുപക്ഷെ ക്യാരി ചെയ്യാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ എനിക്ക് ഇന്നും എന്നും ഊരുവിലക്ക്, ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നവർ TP51 ഓർക്കുന്നുണ്ടോ എന്ന് പറയുന്ന തലക്കെട്ടിൽ ആ വാർത്ത വരുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് അത് പതിയാനുള്ളൊരു സാധ്യത ആലോചിക്കാം. നമുക്കിപ്പോ റീ റിലീസിങ്ങിന്റെ ടൈം അല്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ CPM ഇത് മുന്നോട്ട് എടുത്തുകൊണ്ട് ഒരു റീ റിലീസിങ് ഈ സിനിമയ്ക്ക് വേണ്ടി, സന്തോഷ് സാറിന്റെ സിനിമയ്ക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന്
പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഒരേ സമയം രണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു ചില സിനിമയ്ക്ക് വേണ്ട, ചില സിനിമയ്ക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് അത് നല്ലതല്ലല്ലോ. അപ്പൊ ഈ പടം ഒന്ന് റീ റിലീസിങ്ങിന് ഒരുങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം വലിയ ചർച്ചയാകുന്നതുകൊണ്ടാണ് മൊയ്തു താഴത്ത് സംവിധാനം ചെയ്തിരുന്ന TP 51 എന്ന സിനിമ വീണ്ടും ചർച്ചയാണ്. ഇപ്പൊ ബബിത പറയുന്ന പോലെ അങ്ങനെ ഒരു തീരുമാനം പരസ്യമായിട്ട് CPM എടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആർജവം ഉണ്ടെങ്കിൽ അവർ എടുത്ത് കാണിക്കട്ടെ അല്ലേ. അപ്പൊ ഈ എമ്പുരാനെതിരെ എമ്പുരാന് വേണ്ടി ഞങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പൊ BJP അല്ലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഒരു സിനിമയെ തകർക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും ഒക്കെ പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് നേതാക്കളും പരസ്യമായിട്ട് രംഗത്ത് വരണം. അവരും പറഞ്ഞിരുന്നു, ഈ മൊയ്തു താഴത്ത് നേതാവ് പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസ്സുകാർ പോലും വന്നില്ല എന്ന്. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പ്രദർശനം CPMകാർ തടസ്സപ്പെടുത്തുകയാണെന്നും കോൺഗ്രസ്സുകാർ സഹകരിച്ചില്ലെന്നും പറയുന്നു. അപ്പോൾ സംവിധായകന് നേരെ വധഭീഷണി വരെ ഉണ്ടായ സാഹചര്യമാണ് ഈ ഒരു ഒറ്റ സിനിമ കൊണ്ടുണ്ടായത്. അതായത് സിനിമയിൽ പങ്കെടുക്കാൻ അല്ലെ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാനുള്ള 28 ആർട്ടിസ്റ്റുകളെയൊക്കെ പേടിപ്പിച്ചു പോകുന്നു. സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാറുകൾ വരുന്നു, എന്നിട്ട് അവരെ ഭീഷണിപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കേരളത്തിലല്ലേ. അപ്പോൾ CPMന് താല്പര്യമുള്ള CPM ഇത് നടപ്പാക്കണമെന്ന് ഒരു ഡിസിഷൻ എടുത്താൽ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ബാക്കിയുള്ളവർക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ അന്ന് ഇടപെടാൻ പറ്റില്ല. അങ്ങനെയല്ലേ മനസ്സിലാക്കുക അല്ലേ? തീർച്ചയായും. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ജന്മഭൂമിയിലെ ഈ വാർത്ത എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ബബിത പറഞ്ഞ പോലെ അതൊരു റീ റിലീസിങ് ഒരു വെല്ലുവിളിയായിട്ട് CPM ഏറ്റെടുക്കുമെന്നൊക്കെ ചോദിച്ചാൽ അവർ ഏറ്റെടുക്കുമെന്ന് പറയട്ടെ അല്ലേ. അപ്പോൾ മാത്രമേ ഇപ്പൊ നമ്മൾ ഭരിക്കുന്ന പാർട്ടിയാകുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പടത്തിന്റെ റീ റിലീസിങ്ങിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഞാൻ പറയണേ SFI നേതാക്കൾ തന്നെ, കേരളത്തിലെ SFI യുവതലമുറ തന്നെ ഏറ്റെടുത്ത് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അതെ. അപ്പോൾ സിനിമാ ചിത്രീകരണത്തിനിടെ TP ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പ്രതി കൊടി സുനി ഒളിച്ചു താമസിച്ച മുടക്കോഴി മലയിലാണ് ഈ ചിത്രീകരിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പം വിലങ്ങാട് മലയിലേക്ക് എത്തിയപ്പോഴാണ് ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ പ്രക്ഷോഭമൊക്കെ ഉണ്ടായത്. അപ്പോൾ അവർ പറയുന്നത് നിന്നെ കൊന്നുകളയുമെന്ന് മുഖത്ത് നോക്കി പറയാണ്. ഇനി ഏത് വണ്ടി വന്നു എന്ന് പറയണമെങ്കിൽ ആ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ CPMന് ആധിപത്യമുള്ള സ്ഥലത്ത് അവർക്ക് പെരുമാറാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ആധിപത്യം ഇല്ലെങ്കിൽ അത് എല്ലാം അനുഭവിക്കുകയേ പറ്റുള്ളൂ. ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടായത് മൊയ്തു താഴത്ത് പറഞ്ഞ് ഇന്നും ഇയാളൊരു കലാകാരനാണല്ലോ, അയാൾക്ക് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്ക് ഒരു ആർട്ട് ഫിലിം സംവിധാനം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പരസ്യം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും ഇയാളെ ഒറ്റപ്പെടുത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. ആ CPM ആണ് ഇപ്പോൾ പറയുന്നത് എമ്പുരാന് വേണ്ടി ഞങ്ങൾ കൂടെ നിൽക്കും, ഒരു സിനിമയെ ഈ രീതിയിൽ കാണാൻ പാടില്ല, സംഘപരിവാറിന് താല്പര്യമുണ്ടെങ്കിൽ സിനിമയെ നശിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ ആളുകളിലേക്ക് കൂടുതൽ എത്തിപ്പെടേണ്ടതാണ്. അപ്പോൾ ഒരുപക്ഷെ ABC തുടങ്ങിയിരിക്കുന്ന ABC ന്യൂസ് എന്ന് പറയുന്ന ഈ പത്ര സെഗ്മെന്റ് അത് ആളുകളിലേക്ക് കൂടുതൽ എത്തിച്ചേരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും. നമ്മുടെ ഇന്ന് ന്യൂസ് കണ്ടിട്ട് എന്തായാലും ഒരു റീ റിലീസിംഗ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഇന്ന് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.